UDF-ന് അനുകൂലമായി നിന്ന ജനവിഭാഗങ്ങളുടെ വലിയൊരു വിഭാഗം ഗവൺമെൻറ്റിനെതിരായി മാറി. ജനങ്ങളുടെ ഇടയിൽ ഈ ഗവൺമെൻറ് ന്യൂനപക്ഷമായി. പക്ഷെ ഒരു ജനവിധിയിലൂടെ അധികാരത്തിൽ വന്ന ഗവൺമെൻറ്റിനെ മാറ്റി വേറൊരു ഗവൺമെൻറ് രൂപീകരിക്കുന്നത് ജനങ്ങളുടെ അംഗീകാരത്തോടുകൂടി തന്നെ ആവണം. അതാണ് രാഷ്ട്രീയ ധാർമ്മികത എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. UDF-ൽ നിന്ന് ഏതെങ്കിലും കക്ഷികൾ LDF-ലേക്ക് വരാൻ ശ്രമിക്കുന്നതായി ഞങ്ങളുടെ അറിവിലില്ല. അത്തരത്തിലുള്ള ചർച്ച LDF നടത്തിയതായി ഞങ്ങളുടെ പാർട്ടിക്ക് അറിവില്ല. ഇപ്പോൾ പ്രധാനമായും കേരള കോൺഗ്രസ് ചെയർമാൻ ബഹുമാനായ മാണി സാറിനെ കേന്ദ്രീകരിച്ചാണല്ലോ ചർച്ച നടക്കുന്നത്. ഞങ്ങൾ വിലയിരുത്തുന്നത് ബഹുമാന്യായ KM മാണി സാർ പ്രതിനിധാനം ചെയ്യുന്ന താല്പര്യങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയവും തമ്മിൽ വലിയ അന്തരമുണ്ടെന്ന് തന്നെയാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ മാണി സാറിൻ്റെ രാഷ്ട്രീയവും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദശാബ്ദങ്ങളായി ഉയർത്തിപ്പിടിക്കുന്ന രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളും തമ്മിലുള്ള വലിയ അന്തരം, കടലും കടലാണ്ടിയും തമ്മിലുള്ള അന്തരമാണ്. മാണി സാറിൻ്റെ മാത്രമല്ല, മുസ്ലിം ലീഗ് ഒരു സമുദായത്തിൻ്റെ പിൻബലമുണ്ട് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ആ സമുദായത്തിലെ പാവങ്ങളുടെ അംഗസംഖ്യ ചൂണ്ടിക്കാട്ടി രാഷ്ട്രീയത്തിൽ വിലപേശുകയും ആ സമുദായത്തിന് പോലും പ്രയോജനമില്ലാതെ അതിലെ സമ്പന്നരായ വിരലുണ്ടാവുന്ന ചിലരുടെ താല്പര്യങ്ങൾ മാത്രം സംശീകരിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ ദൗത്യമാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസ് നടപ്പിലാക്കിക്കൊള്ളും. മതേതര സമുദായത്തിന് വേണ്ടി രാഷ്ട്രീയ പാർട്ടി ആവരുതെന്ന് പറയുമ്പോൾ തന്നെ ആ സമുദായത്തിൽ തന്നെ സമ്പന്നരുടെ താല്പര്യങ്ങൾ സ്വാംശീകരിക്കുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗും കേരള കോൺഗ്രസും. അതുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വിശാലമായ ഉദാത്തമായ മൂല്യങ്ങളോട് ഈ പാർട്ടികൾക്കൊന്നും തന്നെ ജന്മിമാരും കുടിയാന്മാരുമായുള്ള സംഘർഷങ്ങളാണ്. അവിടെ കേരള കോൺഗ്രസ് ജന്മിമാരോടൊപ്പമായിരുന്നു, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അന്ന് കുടിയാന്മാരോടൊപ്പം നിന്നത്. ഇന്നിപ്പോൾ കർഷകരും കർഷക തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷം ഇല്ല. കർഷകരും കർഷക തൊഴിലാളികളും ഒരുപോലെ ഇന്ന് ചൂഷണത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നവ ലിബറൽ ഉദാരവൽക്കരണ കാലഘട്ടത്തിൽ. പക്ഷേ ഒരു അരനൂറ്റാണ്ട് മുമ്പ് 60കളിൽ കേരള കോൺഗ്രസ് രൂപീകരിക്കുന്ന സമയത്ത് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ജന്മികളും തൊഴിലാളികളും തമ്മിലുള്ള